ആരുടെ വോട്ട് ഞാൻ കിട്ടിയെന്നും ഞങ്ങൾ കണക്കായിട്ടില്ല. ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകൾ മുഴുവൻ പിണറായി വിജയന്റെ LDF-നെതിരായ വോട്ടുകൾ മുഴുവൻ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഇരു മുന്നണികളും ആകാംക്ഷയിലാണ്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഒക്കെ വന്നു. UDF-ന് അനുകൂലമാണ് ഫലം ഒക്കെ പ്രവചിക്കുന്നത്. പക്ഷേ LDF-ന്റെ പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആത്മവിശ്വാസം കാണുന്നുണ്ട്. അപ്പോൾ KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ്, അതുകൂടാതെ ഇവിടുത്തെ പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജേന്ദ്രൻ തുടങ്ങിയവരും പിന്നെ രമേശ് തുടങ്ങിയവരൊക്കെ ഉണ്ട്. വി ബാബുരാജ്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇങ്ങനെ UDF-ന് അനുകൂലമായി പ്രവചിക്കുമ്പോഴും LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം? UDF-ന്റെ പ്രതീക്ഷ താങ്കൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ LDF-ന്റെ പ്രവർത്തകരുടെ ഈ ആത്മവിശ്വാസം എന്തായിരിക്കും? കേരളത്തിലെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരാകാംക്ഷയുമില്ല. 100% ആത്മവിശ്വാസത്തോടെയാണ് കേരളത്തിലെ UDF-ന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഇന്ന് നിൽക്കുന്നത്. ഞങ്ങൾ ഈ എക്സിറ്റ് പോൾ കണക്കാക്കിയല്ല, മറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഞങ്ങളുടെ കണക്കുകൾ അനുസരിച്ചാണ് UDF-ന്റെ ഞങ്ങളുടെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും. 100%, 85-ലധികം സീറ്റ്, 100+ തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെയും പ്രതീക്ഷ. 100ഓളം സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ ഒരു തിരിച്ചുവരവ് കേരളത്തിൽ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പെരിന്തൽമണ്ണക്കാരെന്ന് നൽകിയ പെരിന്തൽമണ്ണയെ കുറിച്ച് ചോദിക്കട്ടെ. ഈ പെരിന്തൽമണ്ണയില് നജീബ് കാന്തപുരം പല ആളുകൾ ആദ്യം 25,000 പറഞ്ഞു, പിന്നെ 20,000 പറഞ്ഞു, 15,000 ആയി. ഇപ്പൊ ഏകദേശം ഒരു 7,000 മുതൽ 12,000, 13,000 വരെ ഒക്കെ പറയുന്നവരുണ്ട്. അതിന് താഴെ പറയുന്നുണ്ട്. എന്തായാലും ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് UDF-ന്റെ നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. അപ്പോൾ അതേസമയം തന്നെ LDF-ന്റെ പ്രവർത്തകരും നേതാക്കളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെയും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഈ SDP-യുടെ വോട്ട് എങ്ങോട്ടാണ് പോയത്, അത് വിജയത്തെ സ്വാധീനിക്കുന്നു പറയുന്നു. അങ്ങനെ ഉണ്ടാവും? SDP-ന്റെ വോട്ടൊന്നും ഐക്യജനാധിപത്യം ലഭിച്ചിട്ടില്ല. അത് പോയത് കൃത്യമായി നമുക്കറിയാം LDF-നാണ്. LDF-ന്റെ നേതാക്കന്മാരും പ്രവർത്തകരും പറയുന്നത് അവർ 100% വിജയിക്കുന്നു പറയുന്നത് UDF-ന്റെ സ്ഥാനത്ത് വിജയിക്കുന്നതാണ് പറയുന്നത്. ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഇത് പെരിന്തൽമണ്ണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ട തന്നെയാണ്. 15,000-ലധികം വോട്ടുകൾ, ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെയുള്ള തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് മുതൽ അന്ന് മുതൽ പറഞ്ഞതുപോലെ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നജീബ് കാന്തപുരം ഇവിടെ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. വെൽഫെയർ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടുണ്ടാവും എന്ന് താങ്കൾക്ക് ഉറപ്പായിട്ട് പറയാം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായ ഒരു വെതെഴുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആരുടെ വോട്ട് ഞാൻ കിട്ടിയെന്നും ഞങ്ങൾ കണക്കായിട്ടില്ല. ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകൾ മുഴുവൻ പിണറായി വിജയന്റെ LDF-നെതിരായ വോട്ടുകൾ മുഴുവൻ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്ന ആളോട്ടൊന്നും ഞങ്ങൾക്ക് പറയുന്നില്ല. 100% 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തെ നജീബ് കാന്തപുരത്തിന്റെ പ്രവർത്തനം അത് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനവും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വിധിയെഴുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുള്ളത്. ചരിത്ര വിജയം UDF-നുണ്ടാകും. നല്ല ഭൂരിപക്ഷത്തിന് നജീബ് കാന്തപുരം വിജയിക്കും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അടുത്ത 15-ാം തീയതി 20-ാം തീയതിക്കുള്ളിൽ അധികാരമേൽക്കും. യാതൊരു സംശയവുമില്ല. നല്ല ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ UDF അധികാരം തിരിച്ചു വരും. ഈ കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും ചില വലിയ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി ചേർന്ന് ഞങ്ങളുടെ ഹൈക്കമാൻഡ് കൂടി ഞങ്ങളുടെ എല്ലാ അഭിപ്രായവും ആരാഞ്ഞുകൊണ്ടുള്ള തീരുമാനം വരും. അത് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും. അതിലാര് UDF-ലെ മുഴുവൻ ഘടകകക്ഷികളുടെയും പിന്തുണയോട് തന്നെയുള്ള തീരുമാനമായിരിക്കും. അത് വകുപ്പോ മറ്റോ മറിച്ചോ ഒന്നും തീരുമാനിക്കുക ഞങ്ങളെപ്പോലുള്ള ആളുകളല്ല. അത് കൃത്യമായ നേതൃത്വം അതിനുണ്ട്. കോൺഗ്രസിനും അതുപോലെ UDF-നും കരുത്തനായ നേതാക്കന്മാരുണ്ട്. അവർ ചേർന്ന് തീരുമാനിക്കുന്ന തീരുമാനം നടപ്പാകും. അടുത്ത 20-ാം തീയതിക്കുള്ളിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യും. ഏതായാലും എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപനം ഇപ്പോൾ ഇന്നലെ പല മാധ്യമങ്ങളും പല സ്ഥാപനങ്ങളൊക്കെ ഫലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജും അദ്ദേഹം പറയുന്നത് 100% പെരിന്തൽമണ്ണയിലും മങ്കടയിലും UDF സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ 15,000-നൊക്കെ പെരിന്തൽമണ്ണയിൽ ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ.
years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.